സ്പെസിഫിക് ആയിട്ട് റോബോട്ടിക് സർജറി കൊണ്ട് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ ഡിസഡ്വാൻറ്റേജ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഡോക്ടർ, ഈ കൺവെൻഷണൽ സർജറിയും ഈ റോബോട്ടിക് അസിസ്റ്റഡ് നീ റീപ്ലേസ്മെന്റിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരാറ്? സാധാരണ എല്ലാ നീ റീപ്ലേസ്മെന്റ് സർജറിക്കും നമുക്ക് സംഭവിക്കാവുന്ന കോംപ്ലിക്കേഷൻസ് ഇതിനും വരാം. അതായത് മേജർ ഇതുപോലൊരു റീപ്ലേസ്മെന്റ് സർജന്റെ മേജർ ത്രെട്ട് ഇൻഫെക്ഷൻ ആണ്. അപ്പൊ അതിനു വേണ്ടിയുള്ള എല്ലാ കെയറും നമ്മൾ എടുക്കും. ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ള എല്ലാ കെയറും എടുത്തതിന് ശേഷം മാത്രമേ ഈ പ്രൊസീജിയറിന് പോകുള്ളൂ. അപ്പൊ ചെയ്യുമ്പോൾ തിയേറ്ററിനകത്ത് എന്തുമാത്രം സ്റ്റെറൈൽ എൻവയോൺമെന്റ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുമോ അത് കീപ്പ് ചെയ്യും. പിന്നെ തിയേറ്ററിനകത്തുള്ള ആൾക്കാരുടെ മൂവ്മെന്റ്സ് നമ്മൾ മാക്സിമം കുറയ്ക്കാൻ നോക്കും. ഏറ്റവും കുറച്ച് ആൾക്കാർ നിൽക്കും. അപ്പം സ്പെസിഫിക് ആയിട്ട് റോബോട്ടിക് സർജറി കൊണ്ട് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ ഡിസഡ്വാൻറ്റേജ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് ഒരുപാടുണ്ട്. ഡിസഡ്വാൻറ്റേജിന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് ചുറ്റിനുമുള്ള സോഫ്റ്റ് ടിഷ്യൂസിനകത്ത് ഇഞ്ചുറി വരാം. ഈ നമ്മൾ മുട്ട് തന്നെ ചെയ്യുമ്പോൾ അതിന് തൊട്ട് ബാക്കിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട രക്തക്കൊഴൽ വരുന്നത്. അപ്പൊ നമ്മളത് കറക്റ്റ് പൊസിഷൻ അല്ലെന്നുണ്ടെങ്കിൽ റോബോട്ട് പോയി കട്ട് ചെയ്യാം. അപ്പൊ അതൊക്കെ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഈ സർജന്റെയും കൂടെ റോളാണ്. അല്ലാതെ സ്പെസിഫിക് ആയിട്ട് ഇതുകൊണ്ട് കൂടുതലൊരു കോംപ്ലിക്കേഷൻസ് വേറെയില്ല.